എല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ആജില ദുനിയാവ് ക്ഷണികമായത്. അപ്പോൾ മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില, അൽ മസാലിഹുൽ ഇബാദ് ദുനിയവിയ്യ വൽ ഉഖ്റവിയ്യ. ഇതാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാനം. ഇസ്ലാമിൽ എന്തെല്ലാം നിയമമുണ്ടോ, വിശ്വാസകാര്യമാവട്ടെ, കർമ്മകാര്യമാവട്ടെ, ഹറാമ ഹലാലുകളാവട്ടെ, ഏതു നിയമമുണ്ടെങ്കിലും അടിമകൾക്ക് ദുനിയാവിൽ മസ്ലഹത്ത് അല്ലെങ്കിൽ ആഖിറത്തിൽ മസ്ലഹത്ത്. ഇതാണ് അല്ലാഹു തആല ആ നിയമമൊക്കെ വഴി ഉദ്ദേശിച്ചത്. ഇത് ഇല്ലാത്ത നിയമമില്ല. ദുനിയാവിലോ ആഖിറത്തിലോ മസ്ലഹത്തില്ലാത്ത നിയമമില്ല. ചിലതിൽ ദുന്യവിയായ മസ്ലഹത്തുണ്ടാവും, ഉഖ്റവിയായ മസ്ലഹത്തുണ്ടാവും. ചിലത് ഉഖ്റവിയായ മസ്ലഹത്ത് മാത്രമുണ്ടാവും. ദുന്യവിയായ മസ്ലഹത്ത് മാത്രമുള്ളതാണെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുക വഴി അതിൽ ആഖിറത്തിലേക്ക് കൂലി കിട്ടും. ആ നിലയ്ക്ക് ഉഖ്റവിയായ മസ്ലഹത്തുണ്ടാവും. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും അടിമകളുടെ മസ്ലഹത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണുള്ളത്. ആ മസ്ലഹത്താവട്ടെ ദുന്യാവിലാവാം, ആഖിറത്താവാം. അപ്പം ഐഹികമോ പാരത്രികമോ ആയ നന്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ നന്മകൾ യാഥാർത്ഥ്യമാവാൻ എന്തെല്ലാം നിയമം വേണോ അതെല്ലാം ഇസ്ലാമിൽ നിയമമായിട്ടുണ്ടാവും. അടിമകളുടെ ഈ മസ്ലഹത്തുകൾ അത് യാഥാർത്ഥ്യമാവാൻ എന്തെല്ലാം നിഷിദ്ധമാക്കണമോ അതെല്ലാം നിഷിദ്ധമാക്കും, എന്തെല്ലാം അനുവദിക്കണമോ അതെല്ലാം അനുവദിക്കും. ഇപ്പം ചായ കുടിക്കാം, മദ്യം കുടിക്കാൻ പാടില്ല. എന്താ അപ്പം അള്ളാഹ് തിരിച്ചാക്കിക്കൊള്ളുന്നോ? ചായ ഒഴിവാക്കാൻ പറയാൻ വേണ്ടി മദ്യം കുടിക്കാൻ അവസരം തന്നൊക്കെയാണെങ്കിൽ ഇപ്പം ചായ കുടിച്ചാൽ ഇല്ലാത്ത കുറേ ഷെറുകൾ മദ്യം കഴിച്ചാലുണ്ട്. ആ ഷെറ് ഇല്ലാതാകണം, അത് മസ്ലഹത്താണ്. വ്യഭിചാരം അനുവദിച്ചിട്ടില്ല, എന്നാൽ വിവാഹം വഴിയുള്ള ശാരീരിക ബന്ധം അനുവദിച്ചു. കാരണം വ്യഭിചാരത്തിന് കുറേ ഷെറുകളുണ്ട്. ആ ഷെറും കൂടി ഒഴിവാക്കിക്കൊണ്ട് വിവാഹം വഴിയുള്ള ബന്ധത്തെ അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ നിയമങ്ങളും മസ്ലഹത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. അപ്പോൾ ഈ മസ്ലഹത്തുകളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുണ്ട്, കഴിയാത്തതുണ്ട്. ഗ്രഹിക്കാൻ കഴിയുന്നതുണ്ട്, കഴിയാത്തതുണ്ട്. കഴിയുന്നതാണ് ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ. ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ, അതിൻ്റെ മസ്ലഹത്ത് എന്താ നമുക്ക് മനസ്സിലാവും. ഇപ്പം മദ്യം കഴിക്കാൻ പാടില്ല, അതിൻ്റെ ഷർറ് ഏത് മനുഷ്യന്മാർക്കും നമുക്കറിയാം. അത് മുസ്ലിമിന് മാത്രമല്ല, ഒരു മുസ്ലിമിന് മാത്രമല്ല, മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അത് ഏത് സാമാന്യ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. പലിശ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം, മോഷണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചിലത് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അറിയും, ചിലത് കാരണങ്ങൾ അറിയില്ല. ചില കാരണങ്ങൾ വ്യക്തമായിരിക്കും, ചില കാരണങ്ങൾ അവ്യക്തമായിരിക്കും. ചിലതിൽ ഒന്നിലേറെ കാരണങ്ങൾ ഉണ്ടാകും, ചിലതിൽ ഒറ്റ കാരണം മാത്രം ഉണ്ടാകും. ചിലതിൽ കാരണമുണ്ട്, പക്ഷെ ആ കാരണം നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ എല്ലാത്തിനും ചില തത്വങ്ങളുണ്ട്. അടിസ്ഥാന തത്വമാണ് മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്ത്, ഗുണങ്ങൾ. ആ ഗുണം രണ്ട് നിലക്കാവാം, ദുന്യാവിലാവാം, ആഖിറത്തിലാവാം. ഇനി എങ്ങനെ ആ മസ്ലഹത്ത് ഉണ്ടാക്കും? ഒന്നുകിൽ ഒരു ഉപകാരം ലഭിക്കുക വഴി, അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടയുക വഴി. ഉപദ്രവം ഇല്ലാതായാൽ അത് ഗുണമാണല്ലോ. ഒരു ഉപദ്രവം തടുത്തു, അത് ഗുണമാണ്. അപ്പോൾ ഒന്നുകിൽ ഉപകാരത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുക. ഒന്നുകിൽ ഉപകാരത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുക. രണ്ടും മസ്ലഹത്താണ്, രണ്ടും മസ്ലഹത്ത്. മനസ്സിലായുണ്ടോ? ഇല്ലെങ്കിൽ പറയട്ടോ, രണ്ടും മസ്ലഹത്താണ്. ഒന്ന് ഉപകാരത്തെ കൊണ്ടുവരിക, അതിനാണ് ജൽബുൽ മനാഫിഅ്. ജൽബുൽ മനാഫിഅ്, മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ നേടിയെടുക്കുക, ഉപകാരങ്ങൾ കൊണ്ടുവരിക. രണ്ട്, ദർഉൽ മഫാസിദ്. ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചു പോയാൽ പിന്നെ ബാക്കി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത് എല്ലാ ആഴ്ചയും ഉണ്ടാവുന്നില്ല. ഇത് കട്ടക്കാരൻ കഴിഞ്ഞ് കർമ്മശാസ്ത്രം വീണ്ടും ചെയ്യുന്നു, ആ അക്കീദ മതിയെന്ന് വിചാരിക്കണ്ട. ഇതൊരു തുടക്കത്തിൽ ഇതൊക്കെ മനസ്സിലായി പോയാൽ പിന്നെ നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ ഒന്ന് ജൽബുൽ മനാഫിഅ്, രണ്ട് ദർഉൽ മഫാസി. ഇത് രണ്ടുമാണ് മസ്ലഹത്തിന് വഴി. അടിമകളെ മസ്ലഹത്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞു. ആ മസ്ലഹത്തിന്റെ മാർഗമാണ് ജൽബുൽ മനാഫിഅ് വ ദഫ്ഉൽ ദർഉൽ മഫാസിദ്. അല്ലെങ്കിൽ ദഫ്ഇ രണ്ടും പറയാം. ദഫ്ഉൽ മളാർ, ദർഉൽ മഫാസിദ് എന്നൊക്കെ പറയാം. ഇതാണ് അടിസ്ഥാന തത്വങ്ങൾ. ഇത് രണ്ടും എതിരായി വരും ചിലപ്പോൾ.
ചിലപ്പോൾ സ്ഥലത്ത് ഒരു നിയമത്തിൽ രണ്ടും എതിരായി വരും. ചെയ്താൽ ഗുണമുണ്ട്, ചെയ്താൽ ദോഷമുണ്ട്. ഒഴിവാക്കിയാൽ ഗുണമുണ്ട്, ഒഴിവാക്കിയാൽ ദോഷമുണ്ട്. അങ്ങനെ വരാം. അവിടെ ഇതിനാണ് മുൻതൂക്കം. നമുക്ക് ശേഷം വരുന്നത് ദർഉൽ മഫാസിദിനാണ് മറ്റതിനേക്കാളും മുൻതൂക്കം ഉണ്ടാവുക. ഒരു ഷർറിനെ തടുക്കുക, ഒരു ഗുണത്തെ നേടുക. ചെയ്താൽ ഗുണമുണ്ട്, എന്നാൽ ചെയ്താൽ വേറെ ദോഷമുണ്ട്. അപ്പൊ ദോഷം ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. ഗുണം കിട്ടിയതേ വേണ്ടില്ല, ആ ദോഷം ഇല്ലാതിരുന്നാൽ മതി എന്നാണ് അവിടെ പരിഗണിക്കുക. അതായത് ദർഉൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മനാഫിനാണ്. മഫ്സദത്തുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് മംഫഅത്ത് ഉണ്ടാകുന്നതിനേക്കാളും മുന്തിക്കപ്പെടേണ്ട കാര്യമാണ്. ശേഷം വരും, തല കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും നിശ്ചയിച്ചത് അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടി. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ വഹയി ഇല്ലെങ്കിലും ഇസ്ലാമിൽ അതിങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കഴിയും. കാരണം ഇത് നോക്കിയാൽ മതി. അതിൻ്റെ അസ്ബാബ് അറിയാം, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ അറിയാം, ഇസ്ലാം നിശ്ചയിച്ച മസ്ലഹത്തുകൾ വഴി അറിയാം. അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല, അതെന്തായാലും ഇസ്ലാമിൽ അനുവദിക്കൂല എന്ന് പറയാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ചാൾക്ക് പറ്റും. ചിലത് നമുക്ക് കൂടി പറ്റും, ചിലത് ഏത് സാധാരണക്കാരും പറ്റും. ഒരു വ്യക്തമായ ചൂഷണത്തിൻ്റെ വഴി കണ്ടു, അതെന്തായാലും ഇസ്ലാം അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാൾക്ക് പറയാൻ കഴിയും. ഗവേഷകന് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളെയും ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവും പണ്ഡിതന്മാരാകുമ്പോൾ. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ അവർക്ക് പറയാൻ കഴിയും മതത്തിൽ അതിൻ്റെ തത്വം ഇന്നതാണ്. എന്നാൽ അതിൻ്റെയും ബേസ് എന്താണ്? പ്രമാണമാണ്, ഖുർആനും സുന്നത്തുമാണ്. അതാണ് ഫിഖഹിലേക്ക് വരുമ്പോൾ ഒരു ഏരിയ. അപ്പം വിശ്വാസ രംഗത്ത് അങ്ങനെ ഇല്ല. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹിന് 99 നാമം പഠിച്ചാൽ 100ാമത്തെ നാമം സ്വയം കിട്ടുമോ? അത് കിട്ടില്ല. റബ്ബിന് 99 നാമം പഠിച്ചു. അപ്പം ഈ 99 പഠിച്ചപ്പോൾ എന്തായിരുന്നാലും 100ാമത്തെ നാമം ഉണ്ടാക്കി ഇങ്ങനത്തെ പേര് അള്ളാഹ്ക്ക് അത് ഉണ്ടാകാൻ വകുപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹിൻ്റെ പേര് ഏതാണെന്ന് അള്ളാഹാണ് പറയേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. സ്വർഗത്തിലെ കുറേ സംഗതികൾ മനസ്സിലാക്കി ഖുർആൻ ഹദീസുന്നു. അപ്പം ഞാൻ അതിനപ്പുറത്ത് നിന്നാൽ പിന്നെ ഇങ്ങനത്തെ അതൊന്നും ഉണ്ടാകും, വേറെ നമ്മളെ വക സ്വർഗത്തിൽ ഉണ്ട്, ആ എവിടുന്ന് കിട്ടി, ഇതൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ഇല്ലാതാക്കൂല, അത് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഗവേഷണം ചെയ്തുകൊണ്ട് പറയാവുന്ന വിഷയമല്ല അത്തരം കാര്യങ്ങൾ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പാരത്രികമായ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, അതേപോലെ ആരാധനാ മുറകൾ. നിസ്കാരം സുബഹി 2, മഗ്‌രിബ് 3, അതൊക്കെ ഗവേഷണം ചെയ്തിട്ട് 5 വക്ത് നിസ്കാരം ഉണ്ടെങ്കിൽ 6ാമത്തെ വക്ത് ഉണ്ടാവേണ്ടതാണ് എന്ന് ഗവേഷണം ചെയ്യാൻ പറ്റൂല. സുജൂദ് 2 ആണെങ്കിൽ റുക്കൂഴ് 2 ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അത് എന്താ അങ്ങനെ വെച്ചാൽ അള്ളങ്ങനെ പറഞ്ഞു, അതന്നെ അള്ളങ്ങനെ പറഞ്ഞു, അത് പ്രവർത്തിക്കുന്നു. അത്തരം വിഷയങ്ങളിൽ ഗവേഷണമില്ല. അതാണ് തൗഖീഫിയായ കാണെന്ന് പറയാം. 2 തരം ഏരിയ ഉണ്ടാവും. ഒന്ന് തൗഖീഫിയായത്, മറ്റൊന്ന് ഇജ്തിഹാദിയായത്. ഒന്ന് തൗഖീഫിയായത്, മറ്റൊന്ന് ഇജ്തിഹാദിയായത്. തൗഖീഫി എന്നതാണ് എന്താണോ വഹി അവിടെ നിൽക്കുക, വഖഫ അവിടെ നിന്നു. അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞാൽ പിന്നെ അവിടെ വർത്താനമില്ല, പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഇസ്ലാമിൽ ഉണ്ടാവില്ല. അതാണ് തൗഖീഫി, തഅബ്ബുദി എന്നൊക്കെ പറയാം, തൗഖീഫിയായ കാര്യം. മറ്റൊരു ഇജ്തിഹാദിയായ കാര്യം, ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്ന കാര്യങ്ങൾ. ഇപ്പം നബിയുടെ കാലത്ത് ഇല്ലാത്ത ഒന്ന് ഇപ്പം ഉണ്ടായി. ഇപ്പോൾ തെങ്ങും കള്ള്. നബിയുടെ കാലത്ത് തെങ്ങിന് കള്ളുണ്ടോ? ഇല്ല, അന്ന് മുന്തിരിക്കള്ളാണ്. മുന്തിരിക്കള്ള് പാടില്ല എന്ന് വ്യക്തമായി ഹദീസുണ്ട്. ഇവിടുത്തെ തെങ്ങിൻ്റെ കള്ള് പാടില്ലാതെ ആയത്ത് ഹദീസും ഉണ്ടോ? ഇല്ല, ആയത്ത് ഹദീസും ഇല്ല. അതുകൊണ്ട് ആ ആയത്ത് ഹദീസ് ഇല്ലെങ്കിൽ ഞാനേ കുടിക്കും എന്ന് പറഞ്ഞാലോ? അത് തെങ്ങിന് കള്ളില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കള്ള് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കള്ളും അതിൽ ഉൾപ്പെടും. എന്തുകൊണ്ട് കള്ള് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ത്? അത് വ്യക്തമാണ്. ലഹരി ഉണ്ടാക്കുന്നു എങ്കിൽ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധം. അപ്പം ഇത് ലഹരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല നോക്കിയാൽ മതി. ഇത് ലഹരി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് പാടില്ല. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും. അതാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ഏരിയയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകൾ. അപ്പം ചില വിഷയങ്ങളിൽ വ്യക്തമായ ആയത്തോ ഹദീസോ ഉണ്ടാവുകയില്ല, ചിലതിലുണ്ടാവും. ഏതെന്നാലും അസ്ലു മസ്ലഹത്താണ്. ഇത് മനസ്സിലാക്കിയേക്കാം. ദീനിൻ്റെ അസ്ലു ഉദ്ദേശം മസ്ലഹത്ത്, മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ, അതാണ് അടിസ്ഥാന ലക്ഷ്യം. ആ മസ്ലഹത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ നിയമങ്ങളെല്ലാം ഉണ്ടായത്.